പ്രൈസിംഗ് ഹരിയാന. മഹാഭാരത യുദ്ധം നടന്ന പ്രദേശമായ ഹരിയാനയിലെ കുരുക്ഷേത്രയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയാണ് സൈനി സർക്കാർ. ആത്മീയ, പൈതൃക, സാംസ്കാരിക സംരക്ഷണത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന BJP സർക്കാർ ജ്യോതിസറിനെ ലോകോത്തര ചരിത്ര ഇടമായി വികസിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. രാജ്യ തലസ്ഥാനത്ത് നിന്ന് ഏകദേശം 160 കിലോമീറ്റർ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കുരുക്ഷേത്ര. സാംസ്കാരികമായും ആത്മീയമായും ചരിത്രപരമായും രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്ന്. 90 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന കുരുക്ഷേത്രത്തെ ആഗോള ആത്മീയ കേന്ദ്രമാക്കി ഉയർത്തുകയാണ് നായബ് സിംഗ് സൈനി സർക്കാർ. കുരുക്ഷേത്ര വികസന ബോർഡും ഹരിയാന ടൂറിസവും ചേർന്ന് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഗീതാ മഹോത്സവം ഓരോ വർഷവും സാക്ഷ്യം വഹിക്കുന്നത് മികച്ച പങ്കാളിത്തം. കുരുക്ഷേത്രയുടെ പുണ്യഭൂമിയിലാണ് ഗീതാ മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ഗീതാപാരായണം, പഠനം, സെമിനാർ, പൂജ തുടങ്ങിയവയാണ് മഹോത്സവത്തിലുള്ളത്. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലെ മഹാഭാരത സർക്യൂട്ട് എന്ന സംരംഭത്തിൽ ഹരിയാനയും ഭാഗഭാക്കാണ്. കുരുക്ഷേത്ര, കർണാൽ, പാനിപ്പത്ത് എന്നീ ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങളുടെ പരിപാലനം, പ്രദേശങ്ങളെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കുക എന്നിവയാണ് ലക്ഷ്യം. ആത്മീയ സാംസ്കാരിക നഗരമായ കുരുക്ഷേത്ര സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി എല്ലാ വിവരങ്ങളും ഒരു കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. കുരുക്ഷേത്ര വികസന ബോർഡ് അഥവാ KDB സന്ദർശകർക്കായി ആദ്യത്തെ ടൂറിസം ഇൻഫർമേഷൻ സെന്റർ കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു. നഗരത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഇവിടെ നിന്ന് ലഭ്യമാകും. വെറും 230 രൂപയ്ക്ക് ഒരു വിശേഷപ്പെട്ട പേടകം ഈ കേന്ദ്രത്തിൽ നിന്ന് തീർത്ഥാടകർക്ക് ലഭിക്കും. ബ്രഹ്മസരോവറിൽ നിന്നുള്ള പുണ്യജലം, ഭഗവത്ഗീതയുടെ പ്രതി, പ്രസാദം, ഗീതോപദേശത്തിന് സാക്ഷിയായ ആൽമരത്തിന്റെ ഇല എന്നിവയാണ് പേടകത്തിലുള്ളത്. റെയിൽവേ, വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. അടുത്ത 3 മാസത്തിനുള്ളിൽ മറ്റ് ടൂറിസം ഇൻഫർമേഷൻ സെന്ററുകളും പ്രദേശത്ത് പ്രവർത്തനക്ഷമമാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ജ്യോതിസർ ഗീതാസ്ഥലി, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും പുതിയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മഹാഭാരതത്തിന്റെയും ഗീതോപനിഷത്തിന്റെയും നാടാണ് കുരുക്ഷേത്ര. പാണ്ഡവരുടെ പൂർവികനായ കുരു എന്ന മഹാരാജാവ് സത്യം, യോഗം, ദയ, പരിശുദ്ധി, ധർമ്മം, ത്യാഗം, തപസ്യ, ബ്രഹ്മചര്യം എന്നീ മഹാഗുണങ്ങൾക്കായി ആരാധനാകർമ്മം ചെയ്ത ഭൂമിയാണ് പിന്നീട് കുരുക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടത്. അന്താരാഷ്ട്ര നൈപുണ്യ കേന്ദ്രം സർക്കാർ സ്ഥാപിക്കുന്നത് കുരുക്ഷേത്രയിലാണ്. രാജ്യത്തിനകത്തും വിദേശത്തും സ്വയം തൊഴിലും തൊഴിലവസരങ്ങളും കണ്ടെത്താൻ യുവാക്കളെ ശാക്തീകരിക്കാൻ ഈ പരിശീലന കേന്ദ്രത്തിനാകും. ഭഗവത്ഗീതാസാരം അലയടിക്കുന്ന ഭൂമിയാണ് കുരുക്ഷേത്രയിലെ ജ്യോതിസർ. ഗീതോപദേശത്തിന് സാക്ഷിയായ മണ്ണ്. ജ്യോതിസറിനെ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങളിലൊന്നായി വികസിപ്പിക്കുമെന്ന് സൈനി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തിന്റെ പൈതൃക ടൂറിസം സംരംഭത്തിന്റെ ഭാഗമായി വലിയ തോതിലുള്ള വികസനത്തിന് ജ്യോതിസർ സാക്ഷ്യം വഹിക്കും. പദ്ധതിക്കായി സർക്കാർ നീക്കിവച്ചത് 250 കോടി രൂപയാണ്. ജ്യോതിസർ അനുഭവ് കേന്ദ്ര മികച്ച അനുഭവമാകും സഞ്ചാരികൾക്ക് സമ്മാനിക്കുക. മഹാഭാരതത്തിന്റെയും കുരുക്ഷേത്രത്തിന്റെയും ആഴമേറിയ ചരിത്രം പരിചയപ്പെടുത്തുന്ന കേന്ദ്രത്തെ ആഗോളതലത്തിൽ തന്നെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജ്യോതിസർ അനുഭവ കേന്ദ്രയുടെയും അനുബന്ധ കെട്ടിടങ്ങളുടെയും നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കൽപ്പന ചൗള പ്ലാനറ്റോറിയവും ഉടൻ തന്നെ വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കും. കുരുക്ഷേത്രയിലെ 39 പ്രധാന ചൗക്കുകളുടെ നവീകരണം മഹാഭാരത കഥയാൽ മനോഹരമാക്കുകയാണ്. പ്രതീകാത്മക കലാസൃഷ്ടികളാൽ ധന്യമാകും ഇവിടം. മഹാഭാരതം പ്രമേയമാക്കി നഗരത്തിലേക്ക് 2 കവാടങ്ങൾ നിർമ്മിക്കും. KDB റോഡിലും ഉമ്രി ചൗക്കിലുമാണ് കവാടങ്ങൾ ഉയരുക. പിപ്ലിയിലെ പ്രശസ്തമായ ഗീതാദ്വാർ, ഗീതോപദേശത്തിന്റെ മാതൃക ഉൾപ്പെടുന്ന കവാടം നവീകരിക്കും. KDB റോഡിന്റെ പ്രവേശന കവാടങ്ങൾക്കും സൗന്ദര്യവൽക്കരണത്തിനുമായി 11.25 കോടി രൂപ സർക്കാർ അനുവദിച്ചു.
റോഡിന്റെ 5 കിലോമീറ്റർ സ്മാർട്ട് റോഡായാണ് വികസിപ്പിക്കുന്നത്. 2030ഓടെ കുരുക്ഷേത്രയെയും കൈതാലിനെയും രാജ്യത്തെ തന്നെ മുൻനിര പ്രദേശങ്ങളായി മാറ്റാനാണ് സൈനി സർക്കാരിന്റെ ശ്രമം. മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനിയുടെ സ്വന്തം സ്ഥലം കൂടിയാണ് കുരുക്ഷേത്രം.